അവയവ കച്ചവടം, പഞ്ചലക്ഷ ആശുപത്രികളിലെ ഇ ഡി റെയ്ഡ് വെറും പ്രഹസനം. അവയവ കച്ചവടം കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ഇ ഡി കയറി നിരങ്ങുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ജനങ്ങൾ വളരെ ആകാംക്ഷാഭരിതരായി, ഇ ഡി ഈ ആശുപത്രികളിൽ കയറിയല്ലോ, അവയവ തട്ടിപ്പ് നടത്തിയ ഇവന്മാരെ എല്ലാം ഇപ്പോൾ അകത്താക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ജനങ്ങൾ വായം പൊളിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അറിയുക, ഇവിടെയുള്ള സകല മാധ്യമങ്ങളും ഇവിടെയുള്ള സകല സംവിധാനങ്ങളും ചേർന്ന് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓർത്തു നോക്കുക, ഈ അവയവ കച്ചവടം നടത്തിയ ഈ വലിയ ആശുപത്രികൾ, അതുമായി ബന്ധപ്പെട്ട രേഖകളുമെല്ലാം ആശുപത്രിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവയെല്ലാം നിർബാധം തുടരുമ്പോഴും ഈ ഇ ഡിക്ക് കയറി വന്ന് റെയ്ഡ് ചെയ്ത് ഈ തെളിവൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഇവർ അത്ര മണ്ടന്മാരാണോ? ഇതൊക്കെ വെറും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനുള്ള വെറും തട്ടിപ്പുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചില മാധ്യമരംഗത്തെ ചില എട്ടുകാലി മമ്മൂഞ്ഞുകൾ ഞങ്ങളാണ് ഇത്തരം തട്ടിപ്പുകൾ ജനങ്ങളുടെ മുന്നിൽ ചൂടോടെ അവതരിപ്പിക്കുന്നത്, എന്തും സംഭവിക്കാം, ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ആരോഗ്യരംഗത്തെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവിട്ടിട്ടുള്ളത് i2i ന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് i2i ന്യൂസിനെതിരെ എത്രയോ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ നിലവിലുണ്ട്. ഈ ആരോഗ്യരംഗത്തെ പ്രമുഖരായ ആശുപത്രികൾ ഞങ്ങൾക്കെതിരെ ഇഞ്ചക്ഷൻ സൂട്ടുകൾ ഫയൽ ചെയ്ത് യാതൊരു കാരണവശാലും ആ ആശുപത്രികളെ കുറിച്ച് ശബ്ദിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഓർഡറുകൾ പല ആശുപത്രികളും കരസ്ഥമാക്കിയതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഞങ്ങൾ ശബ്ദിക്കരുത്, i2i ന്യൂസ് ശബ്ദിച്ചാൽ ഈ സത്യം ലോകം മുഴുവൻ അറിയും. എന്നാൽ ഇന്ന് നടക്കുന്ന ഈ ഇ ഡി റെയ്ഡ് എന്ന പ്രഹസനം കാണുമ്പോൾ പൊതുജനങ്ങളോട് ഇതിന്റെ സത്യം, ഇതിന്റെ പിന്നാമ്പുറ കഥകൾ ഞങ്ങൾക്ക് പറയാനാവില്ല. ഇന്ന് ഇ ഡി റെയ്ഡ് നടക്കുന്ന ഒരേ ഒരു ആശുപത്രിയുടെ പേര് മാത്രമാണ് സകല മാധ്യമങ്ങളും ഉറക്ക വിളിച്ചു പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, ഡോക്ടർ ഷംസീർ വയലിൽ ഫൗണ്ടറും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയായ സ്ഥാപനത്തിന്റെ കീഴിലുള്ള കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയുടെ പേര് മാത്രമാണ് ഇവർ വിളിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിന്റെ പേര് പറയുന്നു, മറ്റു ചില മാധ്യമങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നു. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും ആശുപത്രിയെ പറ്റി ആരും ഒന്നും സംസാരിക്കുന്നില്ല. i2i ന്യൂസ് അടക്കം ഞങ്ങൾക്കത് ആരാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഇ ഡി രേഖാമൂലം സ്ഥിരീകരിക്കാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അതിന്റെ മറ്റ് തെളിവുകളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് ആ പേര് നമുക്ക് പറയുവാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോലും ആ പേരുകൾ പറയാത്തത്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ കുറ്റകൃത്യം ചെയ്ത ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ചില ഹോസ്പിറ്റലുകളുടെ പേര് കൂടി വലിച്ചിഴക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഒരു കളക്റ്റീവായിട്ട് പല ഹോസ്പിറ്റലുകളുടെ പേര് അന്തരീക്ഷത്തിലൂടെ മാധ്യമങ്ങളിലൂടെ വന്നു പോകുമ്പോൾ പലരും ഒരു സംശയനിഴലിലും ഒരു പുകമറയിലുമാകും. അന്നേരം അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല ഹോസ്പിറ്റലുകളുടെയും പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം. ഈ അവയവ കച്ചവടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ വർഷങ്ങളായി നിർബാധം ഇത് തുടരുന്നുണ്ട്. ഈ അവയവ കച്ചവടം നടത്തുന്നതിന്റെ മുഖ്യപ്രതി എന്ന് പോലീസ് പറയുന്ന ഇടനിലക്കാരനായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബ്, അതുപോലെ തന്നെ ഇടനിലക്കാരായ കൊല്ലം സ്വദേശികളായ ശ്രീജ, സുധീർ എന്നിവരുടെയൊക്കെ വീടുകളിലാണ് ഈ 6 ആശുപത്രികളോടൊപ്പം ഇ ഡി റെയ്ഡ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്രകാരമുള്ള ഒരു ഇ ഡി റെയ്ഡിലൂടെ എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചാൽ ഞങ്ങളൊരു വെല്ലുവിളി നടത്തുകയാണ്. എൻ്റെ സകല സ്വത്തുക്കളും ഞാൻ ഇവർക്ക് എഴുതി നൽകാം. ഇന്ന് നടത്തുന്ന ഈ ഇ ഡി റെയ്ഡ് എന്ന പ്രഹസനത്തിലൂടെ എന്തെങ്കിലും ഒരു തെളിവ് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ, കണ്ടെത്തുവാൻ സാധിച്ചാൽ സകല സ്വത്തുക്കളും ഇവരുടെ പേരിൽ എഴുതി നൽകാം എന്നൊരു വാഗ്ദാനമാണ് എനിക്ക് വെക്കുവാനുള്ളത്. കാരണം ഇത് അത്രത്തോളം പൊള്ളയായ ഒരു പ്രഹസനമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക. ഇ ഡി റെയ്ഡ് സ്ഥാപനങ്ങളിൽ നടത്തി അവർ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തു കഴിഞ്ഞാൽ ഒരു അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ, ഇതൊരു റാറ്റിഫൈ ചെയ്തെടുക്കുക. ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളെ ഇ ഡി റെയ്ഡ് വരെ നടന്നു, എന്നിട്ട് പോലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്ന് പറയുവാൻ തക്ക തരത്തിലേക്കുള്ള ഒരു നാടകമാണ് ഈ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അവയവ കച്ചവടം നിർബാധം നടത്തുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്.
ആശുപത്രി മാനേജ്മെന്റിന്റെ അറിവോടെ, പ്രമുഖരായ ഡോക്ടർമാരുടെ അറിവോടെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ പ്രമുഖരുടെ സമ്മതത്തോടെ, വലിയ തിമംഗലങ്ങളായ ഇടനിലക്കാരുടെ അറിവോടെ വളരെ സുസജ്ജമായ ഒരു കണ്ണി, ഒരു അവയവ കച്ചവട മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവരെ യാതൊരു കാരണവശാലും പിടികൂടുക സാധ്യമല്ല. കാരണം അത്തരത്തിൽ സുസജ്ജമായ ഒരു സംവിധാനമാണ് ഇവർക്കുള്ളത്. ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോൾ കള്ളപ്പണം പിടികൂടുക, അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ മറവിൽ നടക്കുന്ന ഹവാല ഇടപാടുകൾ, അവയവ കച്ചവടങ്ങൾ, കള്ളപ്പണ ഇടപാടുകളാണ് കണ്ടെത്തുവാൻ ഇവർക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടുന്നത് ചില കാര്യങ്ങളാണ്. അതിലേറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ EDക്ക് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ, പ്രത്യേകിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരാണ്? കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റ് ആശുപത്രികൾ നടത്തുന്ന മാനേജ്മെന്റുകൾ ആരാണ്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നാണ്? ആരൊക്കെയാണ് അതിൽ പണം മുടക്കിയേക്കുന്നത്? അവർക്കുള്ള വലിയ ഫണ്ടുകൾ മുടക്കിയേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികൾ, അതല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ആരാണ് എന്ന അന്വേഷണം നടത്തുവാൻ സാധിക്കുമോ? നൂറുകണക്കിന് ഏക്കറുകൾ മേടിച്ച്, നൂറുകണക്കിന് കോടികൾ മുടക്കി വലിയ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഇവർ ഉണ്ടാക്കുവാനുള്ള പണം ഈ ട്രസ്റ്റുകൾ രൂപീകരിച്ച്, ഈ സ്വകാര്യ ട്രസ്റ്റുകളുടെ മറവിൽ ആരാണ്? ആ സ്വകാര്യ ട്രസ്റ്റുകൾ രൂപീകരിച്ച് അതിലേക്ക് കള്ളപ്പണം ഒഴുക്കിയത് ആരാണ്? ആരാണ് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് എന്നൊരു പഠനവിധേയമാക്കുവാൻ സാധിക്കുമോ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നത് ഈ നക്ഷത്ര ആശുപത്രികൾ അല്ലെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ്. കാരണം കോടികൾ മുക്കുവാൻ പറ്റുന്ന ഇതേപോലെ മറ്റൊരു സംവിധാനമില്ല. അതിലേറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർമാരുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ മുതൽ 50,000 രൂപ വരെ മേടിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാരുടെ നല്ലൊരു ശതമാനം പണവും ഇവൻ 75% വരെ ബ്ലാക്ക് ആക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്നും ഈ കേരളത്തിലുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 25 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ഡോക്ടർ, ഏതാണ്ട് അത്രത്തോളം തന്നെ കട്ട്സ് മേടിക്കുന്ന ഡോക്ടർമാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കട്ട്സ്, അതായത് അവർ എഴുതുന്ന മരുന്നുകളുടെ, അവർ നിർദ്ദേശിക്കുന്ന സർജറികളുടെ, അവർ ഒരു പേഷ്യന്റിനെ IP ആക്കിയാൽ, ക്രോസ് കൺസൾട്ടേഷൻ നടത്തിയാൽ, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്താൽ, അതല്ലെങ്കിൽ ഒരു കാർഡിയോളജി ഒരു ഫിസിഷ്യന്റെ അടുത്തേക്ക് ഒരു രോഗി വന്നു, അദ്ദേഹത്തെ ഒരു ECG വേരിയേഷൻ കണ്ടു, ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തി, അദ്ദേഹത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ആയി കഴിഞ്ഞാൽ വലിയ തുക ഈ റെഫർ ചെയ്ത ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടും. ഇപ്രകാരം ലക്ഷങ്ങൾ പ്രതിമാസം കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരുണ്ട്. അന്നേരം ഈ കിട്ടുന്ന പണമെല്ലാം കള്ളപ്പണമായി ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ EDക്ക് സാധിക്കുമോ? ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുമോ? ഇപ്രകാരമുള്ള നൂറുകണക്കിന് കോടിയുടെ, ആയിരക്കണക്കിന് കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ ഈ സ്വകാര്യ ആശുപത്രികൾ, അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുവാൻ സാധിക്കുമോ? അതുപോലെ ഈ അവയവ കച്ചവടം നടത്തുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന, അതല്ലെങ്കിൽ ഓരോ സുപ്രധാന വകുപ്പുകളിൽ നിൽക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിലുള്ള രോഗികളുടെ വിശദമായ ഡീറ്റെയിൽസ് അവർക്കറിയാം. അവരുടെ രക്തഗ്രൂപ്പ്, അവരുടെ സകല ഡീറ്റെയിൽസും വൈറ്റൽസും ഇവർക്കറിയാം. വിദേശ രാജ്യങ്ങളിൽ, അതല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ ട്രാൻസ്പ്ലാന്റിനായി കിടക്കുന്ന രോഗികളുടെ വിശദാംശങ്ങൾ ഇവർ തമ്മിൽ ഷെയർ ചെയ്യും. അവർക്ക് മാച്ച് ചെയ്യുന്ന ഹാർട്ടോ, ലിവറോ, കിഡ്നിയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവയവമോ ക്രോസ് മാച്ച് ചെയ്ത് അത് കൃത്യമായി അനുകൂലമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഹാർവെസ്റ്റ് ചെയ്യുവാനുള്ള പല തന്ത്രങ്ങളും ആശുപത്രികളിൽ നടക്കാറുണ്ട്. കൃത്രിമമായിട്ടുള്ള ബ്രെയിൻ ഡെത്തുകൾ ഉണ്ടാവും. അപ്രകാരം ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇരു ചെവി അറിയാതെ ഒരുപക്ഷെ അവരുടെ കുടുംബങ്ങളെ തന്നെ കൺവിൻസ് ചെയ്ത്, ഏതായാലും ആൾ മരിച്ചുപോയി, അവരുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നൊക്കെ കൺവിൻസ് ചെയ്യുമ്പോൾ ഒരു 90% ആളുകളും അവരുടെ ഉറ്റവരുടെ അല്ലെങ്കിൽ ഉടയവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ സമ്മതിക്കും. ഇപ്രകാരമുള്ള അവയവങ്ങൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് ഇവർ വിൽക്കും. ഒരാശുപത്രിയിൽ ഇപ്രകാരം ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. അത് കൃത്രിമമായി ഉണ്ടാക്കിയതാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പെട്ടു വന്ന ഏതെങ്കിലും ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു കടാവർ ആണെങ്കിൽ അപ്രകാരം ഒരു ഹാർവെസ്റ്റ് ചെയ്യുവാൻ പറ്റുന്ന തരത്തിലുള്ള അവയവങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ കൃത്യമായി ഈ ഡോക്ടർമാരുടെ, ഈ മാഫിയകളുടെ സംഘം ലോകമെമ്പാടുമുള്ള ഇവരുടെ ആ നെറ്റ്വർക്കിലേക്ക് മെസ്സേജ് കൊടുക്കും. ഇപ്രകാരം ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഇതാണ്,
ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് പ്രതീക്ഷിച്ച് കിടക്കുന്ന, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള കോർപ്പറേറ്റ് ആശുപത്രികളിൽ മാസങ്ങളോളം വന്ന് ഇവർ കിടക്കും. എന്തിനു വേണ്ടി? അവർക്ക് അനുകൂലമായ ഒരു ഹൃദയം കിട്ടുവാൻ, അല്ലെ അനുകൂലമായ ഒരു ലിവർ കിട്ടുവാൻ, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഹൃദയം കിട്ടുവാൻ. ഇപ്രകാരം ഇവർ കോടികൾ മുടക്കി ഇതുപോലുള്ള ആശുപത്രികളിൽ വന്ന് കിടക്കും. അപ്രകാരം ഒരു അവയവം ലഭിക്കുമെന്നറിഞ്ഞാൽ അന്നേരം തന്നെ സ്വകാര്യ ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്ത് ആ ഹെലികോപ്റ്ററുകളിൽ ഈ അവയവം പെട്ടെന്ന് തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ എത്തിക്കും. ഇപ്രകാരം നിർദ്ദേശം ലഭിച്ചാൽ ഇതിന്റെ ക്ലാമ്പിംഗ് എന്ന് പറയും. ഇത്തരത്തിലുള്ള അവയവങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുവാനുള്ള സർജറി നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ആശുപത്രിയിൽ ലഭിക്കും. അന്നേരം ഒരു ഡെഡ് ബോഡി അവർക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡെത്ത് ആയ, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ബോഡി ലഭിച്ചാൽ തന്നെ അത് ക്ലാമ്പ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ തന്നെ 5-6 ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അതിലും എത്രയോ വലിയ തുക ഇവർക്ക് കിട്ടും. എന്നാൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്യസംസ്ഥാനങ്ങളിൽ ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് 10-12 ലക്ഷം രൂപ മേടിച്ചാൽ കോയമ്പത്തൂരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെറും തട്ട് സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങളിൽ വളരെ ചെറിയ തുകയ്ക്ക് ട്രാൻസ്പ്ലാന്റ് സർജറികൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഡോണറാകാൻ സാധിക്കൂ. അതല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ എടുക്കണം. അപ്രകാരം സ്പെഷ്യൽ ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. വളരെ വലിയ കടമ്പ കടക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 6ഓളം കേസുകളിൽ ഈ നജീബും സംഘവും പിന്നെ അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളെ സമീപിച്ച് കുറഞ്ഞ വിലയ്ക്ക് അവരുടെ അവയവങ്ങൾ ഇവർ വാങ്ങി ലക്ഷങ്ങൾക്ക് മറിച്ചു വിറ്റതാണ്. അതിന്റെ പണം പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്നും ഈ നജീബിന്റെ അക്കൗണ്ടിലേക്ക് വന്നതായി കണ്ടെത്തി ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു കേസ് എടുത്തിരിക്കുന്നത്, ED റെയ്ഡ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു 99% വിഷയങ്ങളിലും ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് ക്യാഷ് ആയിട്ടായിരിക്കും. യാതൊരു കാരണവശാലും ത്രൂ അക്കൗണ്ട് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തത്തില്ല. കാരണം അത് പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. അന്നേരം ഏതെങ്കിലും അബദ്ധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അശ്രദ്ധയുടെ പേരിലായിരിക്കും ഇപ്രകാരം നടന്നിട്ടുണ്ടാവുക. അല്ലാത്ത സകല കേസുകളും ഇതെല്ലാം ബ്ലാക്ക് ആയിട്ടാണ് നടത്തുന്നത്. അത് ക്യാഷ് ഡീലിംഗ് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പണ്ട് അബ്കാരി ബിസിനസ് നടത്തിയവരും പാറമട നടത്തിയിരുന്നവരും ഹവാല ഇടപാട് നടത്തിയിരുന്നവരും കള്ളപ്പണ ഇടപാട് നടത്തിയിരുന്നവരും ഒക്കെ ഇന്ന് ആശുപത്രികൾ സ്വന്തമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ലാഭവും കള്ളപ്പണ ഇടപാട് നടത്തുവാനുള്ള സകല സാധ്യതകളും മനസ്സിലാക്കിയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ റെസിഷൻസ് വന്നാലും ഈ മേഖലയ്ക്ക് യാതൊരു കോട്ടവും തട്ടത്തില്ല എന്നത് മനസ്സിലാക്കിയാണ് ഇന്ന് ആഗോള ഭീമന്മാരായ ബ്ലാക്ക് സ്റ്റോൺ, KKR പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവിടേക്ക് വരുന്നത്. ഈ കേരളത്തിലെ പ്രമുഖമായ വലിയ കോർപ്പറേറ്റ് ആശുപത്രികളെല്ലാം ഇന്ന് ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള ആഗോള ഭീമന്മാർ കൈക്കലാക്കി കഴിഞ്ഞു. അതിന്റെ ഭൂരിഭാഗം ഷെയറും അവരുടെ കയ്യിലായി കഴിഞ്ഞു. ലാഭത്തിൽ ഓടുന്ന സകല ആശുപത്രികളും ഇത്തരത്തിലുള്ള വലിയ കോർപ്പറേറ്റുകളുടെ വമ്പന്മാരുടെ കയ്യിലേക്ക് ആകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കള്ളപ്പണ ഇടപാടുകൾ നടത്തുവാനും ഇതുപോലെ കച്ചവട സാധ്യതയുള്ള മറ്റൊരു ബിസിനസ് ഇല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ നത്തോലികളുടെ പുറകെ പോയി ജനങ്ങളുടെ ശ്രദ്ധ ഇവർ മാറ്റുകയാണെന്ന സത്യം കേരളത്തിലെ ജനങ്ങൾ അറിയണം. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ ഓർഗൻ ഡൊണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഏജൻസിയെയും അതുപോലെ തന്നെ അതിന്റെ കോർഡിനേഷൻ നിർവഹിക്കുന്ന ഡോക്ടർമാരെയും പ്രത്യേകം നിരീക്ഷണത്തിന് വിധേയമാക്കണം. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പല പദ്ധതികളും സർക്കാരിനെ കൊണ്ട് ഇവർ ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കും. അതിന്റെ പലതരത്തിലുള്ള പരസ്യങ്ങൾ ഇവർ നടത്തുന്നു. അതിന്റെ പ്രചരണാർത്ഥം പലതരത്തിലുള്ള പരിപാടികൾ നടത്തുന്നു. പല ആശുപത്രികളുമായി ടൈപ്പ് നടത്തുന്ന പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നാൽ ഇത്തരത്തിൽ ഹാർവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഓർഗൻ എവിടേക്കാണ് പോകുന്നത്? നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തുമുള്ള പല സുപ്രധാനമായ ഹോസ്പിറ്റലുകളിലേക്കും ഈ അവയവങ്ങൾ പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതൊരു മഹത്തായ കർമ്മമാണ്, മഹത്തായ പ്രവൃത്തിയാണ് എന്നൊക്കെ തരത്തിൽ ആ കുടുംബക്കാരെ കൊണ്ട് അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യിപ്പിച്ച് ഇത് ഇത്തരത്തിലുള്ള തീവട്ടിക്കൊള്ളക്കാരന്മാർ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു അവസരമാക്കി ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം, നിരീക്ഷണം വേണം. കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതി പറഞ്ഞത് നാം ഒന്നും മറന്നിരിക്കുവാനിടയില്ല. IMA അടക്കമുള്ള ഡോക്ടർമാരുടെ സകല സംഘടനകളും ഡോക്ടർ ഗണപതിയെ അടക്കം വലിയ രീതിയിൽ ആക്രമിച്ചു. അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ഇത്തരം ഈ അവയവ തട്ടിപ്പിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശിയതെന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. ഇന്ന് ഈ വാർത്തകൾ വരുമ്പോൾ ആരും ഡോക്ടർ ഗണപതിയെ
ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്, വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതേപോലെയുള്ള ഡോക്ടർമാർ വളരെ ചുരുക്കമാണ്. കാരണം ഇന്നെല്ലാവരും ഈ ഡോക്ടർമാരുടെ തൊഴിലാളി സംഘടനകളുടെ ഭാഗമാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒന്നുകിൽ ഈ 90% പേരും മൗനം പാലിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഈ അവയവ കച്ചവടം ഇവിടെ നിർബാധം തുടരുന്നുണ്ട് എന്ന സത്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം സൂക്ഷിക്കണം. കൃത്രിമമായ ആക്സിഡന്റുകൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതുപോലെ കൃത്രിമമായ ബ്രെയിൻ ഡെത്ത് സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഏവരും വളരെയേറെ ജാഗരൂകരാകണം. പക്ഷേ ഇന്ന് നടത്തുന്ന ഈ ED റെയ്ഡ് എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ്. അതല്ലെങ്കിൽ EDയെ തെറ്റിദ്ധരിപ്പിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ഈ ആശുപത്രികളിലെ ചില കിടമത്സരം കൊണ്ട് ഇന്ന് ചിലർക്കൊരു പണി കൊടുക്കുവാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതൊരു തരത്തിലും ലക്ഷ്യത്തിനു വേണ്ടിയോ അതല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുന്നതിനോ ലക്ഷ്യമാക്കിയുള്ള ഒരു അറ്റൻഷൻ ഡൈവർട്ടൻ ടാക്ടിക്സ് ആണ് ഈ നടക്കുന്നത്. ED റെയ്ഡ് എന്ന പ്രഹസനം കൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടാകില്ല. ഇതിന്റെ യാഥാർത്ഥ്യം, ഇതിന്റെ പിന്നാമ്പുറ സത്യം ഇതാണ്. അതുപോലെ മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആതുരാലയങ്ങളും അതുപോലെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെയുണ്ട്. ഇതിന്റെ മറവിലും വലിയ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ചുരുക്കം ചില നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ എല്ലാം പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള ഇത്തരം കച്ചവട സാധ്യതകളാണ്. ഈ കേന്ദ്രങ്ങളിൽ പോലീസ് മുഖേന എത്തിക്കുന്ന അതല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, മനോനില തെറ്റിയവർ, ആരുമില്ലാത്തവർ, ആശ്രയമില്ലാത്തവർ, ഈ ആളുകളെയൊക്കെ പോലീസുകാർ ഇവരെ കൊണ്ട് ഏൽപ്പിക്കുന്നു. ഏതാനും മാസം ഇവരെ ഇവിടെ ഭക്ഷണവും അല്ലെ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും കൊടുത്ത് ഇവിടെ സംരക്ഷിക്കും. ഇവർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, ആരും ഇവരെ നോക്കാൻ വരില്ല എന്ന ഒരു സേഫ് പീരീഡ് എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ പരിശോധിക്കും, ഇവരുടെ സകല വൈറ്റൽസ് എടുക്കും. അപ്രകാരമുള്ള അവയവങ്ങളുടെ ആവശ്യം വരുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വളരെ സാധ്യത വരെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുപോലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ MCI ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇവരെയൊക്കെയാണ് കൊണ്ട് പല ആശുപത്രികളിലും രോഗികളായി കിടത്തുന്നത്. അതുപോലെ ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ മരിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാപനങ്ങൾ ഒരു രേഖയുണ്ടാക്കും. ഇദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ബോഡി മെഡിക്കൽ കോളേജിന് പഠിക്കുവാനായിട്ട്, കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് വിട്ടുകൊടുക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന തലത്തിൽ ഒരു മുദ്രപേപ്പറിൽ ഇദ്ദേഹത്തിന്റെ ആ താല്പര്യപത്രം എഴുതി വാങ്ങും. അതിനുശേഷം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ബന്ധപ്പെട്ട ഇവരുമായിട്ട് ടൈപ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട NOC മേടിക്കും, പത്രത്തിൽ പരസ്യം ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കടാവറിന് 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വിലയുണ്ട്. ജീവനുള്ള മനുഷ്യനാണ് യാതൊരു വിലയുമില്ലാത്തത്. മരിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ വിലയാണ്. 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വില കൊടുത്ത് കടാവുകൾ മേടിക്കുവാൻ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ തയ്യാറാണ്. കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തേക്കും ഇത്തരം മൃതശരീരങ്ങൾ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും ഇവിടെ നിർബാധം നടക്കുന്നുണ്ട്. ഇതിലേക്കൊന്നും യാതൊരു അന്വേഷണം പോകുന്നില്ല. ഇതിന്റെ പിന്നിൽ കോടികൾ ഉണ്ടാക്കിയ തെണ്ടിത്തിരിഞ്ഞു നടന്നവന്മാർ, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, ആതുരാലയങ്ങൾ അല്ലെങ്കിൽ ആതുര കേന്ദ്രങ്ങൾ തുടങ്ങി കോടീശ്വരന്മാരായി നടക്കുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതുപോലുള്ള നിരവധി പോലുള്ള കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കേന്ദ്രങ്ങളിലെല്ലാം നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ i2i ന്യൂസിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.